പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അമ്മ പറയുകയാണ് എന്റെ മകൻ ഇതുവരെ മോഷണ ശ്രമം നടത്തിയിട്ടേ ഇല്ല. അപ്പോൾ മാഷ് പറയുകയാണ് ഓഹോ അത് പറഞ്ഞാണോ നീ സ്വയം ആശ്വസിക്കുന്നത്? നല്ല കാര്യം. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അവൻ മോഷ്ടിച്ചില്ലേ? ഈ കുട്ടിയുടെ വള എടുത്തുകൊണ്ട് പോയിട്ട് മറ്റൊരു കുട്ടിക്ക് കൊടുത്തില്ലേ? അതെന്താ മോഷണമല്ലേ? അപ്പോൾ അമ്മ പറയുകയാണ് അത് നല്ലൊരു ദാനം ചെയ്തതല്ലേ? അപ്പോൾ മാഷ് പറയുകയാണ് എന്ത് ദാനം? സ്വന്തം അധ്വാനത്തിൽ വേണം ദാനം ചെയ്യാൻ, അല്ലാതെ എന്ത് മുതലെടുത്താലും അത് മോഷണം തന്നെയാണ്. ഏതൊരു കള്ളനും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോഷണ ശ്രമം തുടങ്ങുന്നത്. ഇപ്പോൾ നാട്ടുകാർ വന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. അതിനിപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം കേട്ടുന്ന വേദ പറയുകയാണ് അതൊന്നുമല്ല. മോഷണ ശ്രമം വിക്രം നടത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ സ്വന്തം മകന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ വയ്യ. അത് തന്നെയാ കാര്യം. നന്ദിനി പറയുകയാണ് ദേ നീ ആരോടാ സംസാരിക്കുന്നുള്ള ബോധം വേണം. അപ്പോ വേദ പറയുകയാണ് ഞാൻ ചോദിച്ചത് ശരിയല്ലേ? ഇല്ലെങ്കിൽ അമ്മ പറയട്ടെ. അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മാഷ് അകത്തേക്ക് പോകുമ്പോൾ വേദ വിളിച്ചിട്ട് പറയാം മാഷേ ഒരു കാര്യം കൂടി. വിക്രം ഈ വീട്ടിൽ നിന്ന് എന്റെ വളയെടുത്തത് മോഷണ ശ്രമമല്ല, അത് വിക്രമിന്റെ അവകാശമാണ്. പിന്നെ അത് എന്നോട് പറയാൻ കുറച്ച് വൈകിപ്പോയി എന്നൊരു തെറ്റേ ഞാൻ അതിൽ കാണുന്നുള്ളൂ. മാഷ് ഇപ്പോൾ കാണിക്കുന്നതാണ് സ്വന്തം മകനെ അംഗീകരിക്കാനുള്ള മടി. ഇതൊക്കെ കേട്ടിട്ട് വിക്രം പറയാണ് മതി നിർത്ത്. നീ ഇത് ആർക്ക് വേണ്ടിയാ ബാധിക്കുന്നത്? എനിക്ക് വേണ്ടിയോ? എനിക്ക് നിന്റെ വക്കാലത്ത് ആവശ്യമില്ല, നിന്റെന്നല്ല ആരുടെയും. പിന്നെ എന്നെ ഇഷ്ടമില്ലാത്തവരുടെ ആയാലും എന്നെ സ്നേഹിക്കുന്നവരുടെ ആയാലും അവരെ ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമില്ല. അത് എപ്പോഴും ഓർമ്മയുണ്ടാവണം. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നു. മാഷു അകത്തേക്ക് പോകുന്നു. അപ്പോൾ നന്ദിനി പറയാം ദേ അവൻ പറഞ്ഞത് കേട്ടല്ലോ, അവനവൻ നിൽക്കേണ്ടടുത്ത് നീ നിന്നാ മതി, കൂടുതൽ ഷൈൻ ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനി അകത്തേക്ക് പോകുന്നു. ഏത് അമ്മയോട് ചോദിക്കുക അമ്മേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ അമ്മ പറയാം അത് പിന്നെ ശരിയും തെറ്റും പറഞ്ഞ് അമ്മ ശീലിച്ചിട്ടില്ല. അത് പണ്ട് മുതൽക്കേ അങ്ങനെ തന്നെയാ. എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയാനാവില്ല, എല്ലാം അടക്കി നടക്കും. പിന്നെ പൊട്ടിത്തെറിക്കണമെന്ന് തോന്നിയാൽ സ്വയം ആറി നിന്ന് പൊട്ടിക്കരയും. അങ്ങനെ തന്നെയാ അച്ഛനും ആങ്ങളമാരും അമ്മാവന്മാരും എല്ലാം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഭർത്താവിൻ്റെ മക്കളുടെ മുന്നിലും ഞാൻ അങ്ങനെ തന്നെ ശീലിച്ചു പോയി. ഇനി ഈ പ്രായത്തിലും ഞാൻ അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല മോളെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം ഷർട്ട് മാറ്റിയിട്ട് വേദനയുള്ള ഭാഗങ്ങളെല്ലാം കണ്ണാടിയിൽ നോക്കുന്നു. ഈ സമയം വേദ അകത്തേക്ക് കയറി വരുന്നു. വേദയെ കണ്ടിട്ട് വിക്രം ചോദിക്കുക എന്തിനാ നീ മുറിയിലേക്ക് വന്നത്? വേദ പറയാം അത് പിന്നെ നല്ല ചതവോ മുറിവോ ഉണ്ടെങ്കിൽ നമുക്ക് ഓയിൻമെന്റ് ഇപ്പോൾ വാങ്ങാം, നാളെ പോയി ഡോക്ടറെ കാണാം. വിക്രം പറയാം ഒന്നും വേണ്ട, നീ ഇവിടെ നിന്നൊന്ന് പോയി തന്നാ മതി. വേദ പറയാ ചതവുണ്ടെങ്കിലേ നമുക്ക് ആയുർവേദത്തിൽ കാണിക്കുന്നതാ നല്ലത്, അതാവുമ്പോ ഭാവിയിലും നല്ലതാ. ധാന്യന്തരം കുഴപ്പ് ഞാൻ പുരട്ടി തരാം. മുത്തശ്ശിക്ക് ഇട്ടുകൊടുത്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വിക്രം പറയാം നീ രാവിലെ എൻ്റെ വണ്ടിയുടെ പുറകെ കയറിയല്ലേ, ഇനിയെങ്കിലും എനിക്ക് കുറച്ച് സ്വസ്ഥത തന്നൂടെ, ഒന്ന് പോയി തരൂ. അപ്പോൾ വേദ പറയാം പോയി തരാം. ഞാൻ 3 ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോയി തരാം. അപ്പോൾ വിക്രം പറയാം എന്നാലും ഇവിടെ നിന്നേ പോവല്ലേ, എന്നേക്കുമായിരുന്നു പോയി തരാവോ? അപ്പോൾ വേദ പറയുകയാണ് അത് പിന്നെ എന്തൊക്കെ കഥ പറഞ്ഞാലും ശരി വിക്രമാദിത്യന്റെ തോളിൽ നിന്ന് വേതാളം അങ്ങനെയൊന്നും പോവില്ലല്ലോ. പിന്നെ ഒരിടത്ത് ഒരു പണ്ഡിതനും അയാളുടെ പാവം ഭാര്യയും ജീവിച്ചിരുന്നു. ആദ്യത്തെ 2 മക്കളും മടിയന്മാരും അലസന്മാരുമായിരുന്നു. അവർക്കങ്ങനെ 3ാമതൊരു മകൻ കൂടി ജനിച്ചു. അവൻ പണ്ഡിതനെ പോലെ തന്നെ മിടുക്കനും സൽസ്വഭാവിയും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരുന്നു. പെട്ടെന്നൊരു നാൾ അവൻ തലതെറിച്ചു പോയി. തെമ്മാടിയും വൃത്തികെട്ടവനും എല്ലാമായി ആ പണ്ഡിതന്റെ മനസ്സ് നുറുങ്ങി. പിന്നെ എല്ലാവരും അവനെപ്പറ്റി എന്തു കുറ്റം പറഞ്ഞാലും ആ പണ്ഡിതൻ അതെല്ലാം വിശ്വസിച്ചു, അവനെ വെറുത്തു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ മകൻ സ്വന്തം മനസ്സിലുള്ള കാര്യം പണ്ഡിതനോട് പറയാതെ എല്ലാം മനസ്സിലൊളിപ്പിച്ച് അവിടെ തന്നെ താമസിച്ചു. ഇത്രയും പറഞ്ഞിട്ട് വേദ വിക്രമിനെ തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഇനി ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം നൽകണം. ചോദ്യം 1 ആ മകൻ എങ്ങനെ തലതെറിച്ചു പോയി? ചോദ്യം 2 ആ മകന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവൻ എന്തുകൊണ്ട് അത് പണ്ഡിതനോട് പറഞ്ഞില്ല? ചോദ്യം 3 എന്ന് പറയുമ്പോൾ വിക്രം പറയാം മതി നിർത്ത്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞത്? വിക്രം എന്ന് വേദ വിളിക്കുമ്പോൾ വിക്രം പെട്ടെന്ന് വേദയെ തുറച്ചു നോക്കുന്നു. വേദ നോക്കുമ്പോൾ വിക്രമിന്റെ കണ്ണുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. വിക്രം കരയാനായിട്ട് തുടങ്ങുന്നു. വിക്രമിന്റെ മനസ്സിലെ ആ വേദന മനസ്സിലാക്കി വേദ വിക്രമിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. വിക്രം ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് വേദ. വിക്രം നേരെ പോകുന്നത് വർക്ക്ഷോപ്പിലേക്കാണ്. വർക്ക്ഷോപ്പിലുള്ള എല്ലാവരും ചേർന്ന് ചായ കുടിക്കുന്ന സമയത്ത് അവരെല്ലാം പറയാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു, വർക്ക്ഷോപ്പ് അടച്ചിട്ട് ഞങ്ങൾ അവിടെ വന്നിരുന്നു, അപ്പോഴത്തേക്കിന് നിന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോയി, പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞെന്ന് പറയുമ്പോൾ വിക്രം പറയാം അതാ അഭിലാഷ് ചെയ്ത പണിയാ, അവന്റെ തലയിൽ തന്നെ ഞാൻ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ പറയാണ് എന്ത് വെച്ച് കൊടുത്തെന്ന്? നിന്റെ ഭാര്യയ്ക്ക് നിനക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ വയ്യ, അത് തന്നെയല്ലേ ഞങ്ങളെല്ലാം അറിഞ്ഞു. ശ്രീനിവാസൻ സാറിനെ അവൾ പോയി കണ്ടതും എല്ലാം ഭംഗിയായിട്ട് നടത്തിയതും അവൾ തന്നെയല്ലേ? അപ്പോൾ വിക്രം പറയാം ദേ നിങ്ങൾ ആ കാര്യം വിട്ടേക്ക്. ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന രാധ പറയുകയാണ് അങ്ങനെ ഞാൻ ആ കാര്യം വിടുന്നില്ലെങ്കിലോ? വിക്രം തന്നെയല്ലേ അവളോട് എല്ലാം പറഞ്ഞത്? നീ അവളെ പതുക്കെ അംഗീകരിച്ചു തുടങ്ങി, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നീ അവളെ പിടിച്ച് മാറ്റി നിർത്തി ഈ കാര്യങ്ങളെല്ലാമല്ലേ അവളോട് പറഞ്ഞു കൊടുത്തത്?
എനിക്ക് എല്ലാ കാര്യം മനസ്സിലായെന്ന് പറയുമ്പോൾ അവിടെ കൂട്ടുകാർ പറയാം, ആഹാ നീ തന്നെയാണ് അവളോട് എല്ലാം തുറന്നു പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തല്ലേ. വിക്രം ദേഷിച്ചു പറയാം, ദേ നിങ്ങൾ ഇവളെ ഇളക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ, ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല, അവൾ തന്നെ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ രാധ പറയാം, ഇല്ല നീ അവളെ മാറ്റി നിർത്തി എന്തൊക്കെയാ അവളോട് പറഞ്ഞു കൊടുത്തു, അത് എന്നോട് പറയായിരുന്നില്ലേ, ഞാൻ പോയി ശ്രീനിവാസൻ സാറിനോട് പറഞ്ഞ് എല്ലാം സോൾവ് ചെയ്യായിരുന്നല്ലോ. അപ്പോൾ വിക്രം പറയാം, അവൾ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് കരുതി ഞാൻ എന്താ ജയിലിൽ നിന്ന് ഇറങ്ങാതെ അകത്ത് തന്നെ കിടക്കണമായിരുന്നു, കുറ്റം ഏറ്റെടുക്കണമായിരുന്നു. എടി പൊട്ടിക്കളി, ഞാൻ അവളോട് ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ എന്നോട് ചോദിച്ചു ഈ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോന്ന്, അപ്പോൾ ഞാൻ നീയും ആ അഭിലാഷും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അവൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവിടെ നിന്ന് കൂട്ടുകാർ പറയാണ്, അവളൊരു മിടുക്കിയ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ശ്രീനിവാസൻ സാറിനോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിന്നെ രക്ഷപ്പെടുത്തിയത് അവൾ തന്നെയല്ലേ. ഇതാ പറയുന്നത് താലിയുടെ മാഹാത്മ്യം, താലി കെട്ടിയ പെണ്ണിന്റെ മാഹാത്മ്യം കൊണ്ടാ നീ പുറത്തിറങ്ങിയത്. രാധ ദേശിച്ചു പറയാം, ദേ നിങ്ങളൊക്കെ മിണ്ടാതിരുന്നോണം. അപ്പോൾ അത് കേട്ടിട്ട് കൂട്ടുകാർ പറയാം, അല്ല ഈ പ്രശ്നത്തെ പറ്റി നിനക്കറിയാവുന്നതല്ലേ, എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തോ. പക്ഷേ അവൾക്കൊരു ക്ലൂ കിട്ടിയപ്പോൾ തന്നെ ഭർത്താവിനെ ഇറക്കാൻ അവൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലേ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രാധ പറയാം, ദേ വിക്രം നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. അപ്പോൾ വിക്രം പറയാം, എൻ്റെ പൊന്നു രാധേ, അവളെന്നല്ല എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുമില്ല, പിന്നെ നീ ഉൾപ്പെടെ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുമില്ല എന്ന് പറയുമ്പോൾ രാധ പറയാം, ആ ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം പറഞ്ഞപ്പോഴും എൻ്റെ പൊന്നു രാധയെന്നല്ലേ പറഞ്ഞത്, അങ്ങനെ പൊന്നു രാധയെന്ന് വിളിക്കാൻ ഒരാളുണ്ടല്ലോ, അത് മതി, ഞാൻ കാത്തിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് രാധ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു. വിക്രമിനിങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വിക്രമിൻ്റെ ആശാൻ പറയാം, ദേ ഈ രാധയുടെ കാര്യം നീ അങ്ങനെ നിസ്സാരമായിട്ട് കണ്ടുപോരുത്. അപ്പോൾ പെട്ടെന്ന് വിക്രം പറയാം, എനിക്ക് ആശാനോട് മാത്രമായിട്ടൊരു കാര്യം പറയാണ്ടെന്ന് മാറ്റി നിർത്തിയിട്ട് പോലീസുകാരനെ ഇടിക്കണോ എന്നിങ്ങനെ വിക്രം പറയുകയാണ്. ഇത് കേട്ടിട്ട് ആശാൻ പറയാം, ദേ നീ പറയുന്നത് നിസ്സാര കാര്യമല്ല, പിന്നെ അയാളെ ഒറ്റയ്ക്ക് കിട്ടാനൊരു വഴിയുണ്ട്, പക്ഷേ നീ സൂക്ഷിക്കണം. എന്നിട്ട് എന്താ വഴിയെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം രാത്രിയിൽ പോലീസുകാരൻ ഒരു പെൺകുട്ടിയായിട്ട് ഹോട്ടലിലേക്ക് വരുന്നു. എന്നിട്ട് അവിടുത്തെ വാച്ച്മാനോട് ചോദിക്കാം, അല്ലേ ഇന്നിവിടെ ഗസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അയാൾ ഇല്ല, ഞാൻ ഇതാരാ സാറേ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയാം, അത് പിന്നെ ഒരു ലോഡ്ജിൽ നിന്ന് പിടിച്ചതാ, ഞാൻ കുറച്ച് ഉപദേശിക്കാനായിട്ട് കൊണ്ടുവന്നതാന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അയാളെ അവിടെ നിന്ന് മാറ്റുന്നു. ഈ സമയം വിക്രം അവിടേക്ക് വരുമ്പോൾ ആ വാച്ച്മാൻ പറയാം, ദേ ഞാനാ പറഞ്ഞതെന്ന് ആരോടും പറയരുതേ. അങ്ങനെ പോലീസുകാരൻ ആ പെൺകുട്ടിയായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് വാതിലിൽ ആരോ തട്ടുന്ന സൗണ്ട് കേട്ട് വാതിൽ തുറക്കുമ്പോൾ വിക്രമിനെ കാണുന്നു. വിക്രമാണെങ്കിൽ ഒറ്റ ചവിട്ടിന് പോലീസുകാരനെ നിലത്തിടുകയാണ്. ഇവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്